ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മലയാറ്റൂരിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിക്ക് നമ്മൾ പ്ലാന്റേഷൻ റോഡ് വഴി അതിരപ്പള്ളിയിലേക്ക് പോകണം. അതിരപ്പള്ളി പോകുന്നില്ല, അതിരപ്പള്ളിയിലേക്ക് പോകാനുള്ള വഴിക്ക് അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. ആ വഴിയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ സമയം ഒരു 5:15 6 മണിക്ക് ശേഷം അതിലെ കടത്തി വിടില്ല. അപ്പോൾ നമുക്കറിയില്ല, പോയി നോക്കാം എന്നുള്ള ചിന്തയാണ്. ഇപ്പോൾ നമ്മൾ നക്ഷത്ര തടാകത്തിൻ്റെ ഇവിടെയാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അതിലൂടെ അക്ഷയുണ്ട്. അപ്പോൾ ബാക്കി കാണാം. മലയാറ്റൂരിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നല്ല തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത് നക്ഷത്ര തടാകമാണ്. ഇത് മലയാറ്റൂരുകാരുടെ ഒരു അഭിമാനം എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലൊക്കെ ഇവിടെ നക്ഷത്രമൊക്കെ ഇട്ട് വളരെ ഭംഗിയായി അലങ്കരിച്ച് നല്ല രസമാണ് കാണാൻ തന്നെ. നമ്മളിപ്പോൾ ഇവിടേക്ക് കയറി വന്നത് അവിടെ നിന്ന് നേരെ ആ റോഡിൽ എൻ്റെ കഴിഞ്ഞ റൈറ്റ് എടുത്തിട്ടാണ് ഈ റോഡിലേക്ക് കയറുന്നത്. ഇരുവശങ്ങളാൽ മരങ്ങളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അതിന് നടുവിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരം തന്നെ. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തുകൊണ്ടാണ് പോകേണ്ടത്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ നിന്ന് നമുക്ക് ചായ കുടിക്കണമെങ്കിൽ അതാവാം. അതുപോലെ തന്നെ വെള്ളം എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കത് മേടിക്കാവുന്നതുമാണ്. അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു പഴയ കോറിയും അതിനോടൊരു പാറമടയും കാണാം. നമുക്കിപ്പോൾ സമയമില്ലാത്തതിനാൽ ഇവിടെ നിർത്തുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് ഒരു മഴക്കാല സമയത്താണ്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് ഈ വഴിയൊക്കെ വന്ന് പറയേണ്ട അത്രയ്ക്ക് ഭംഗി തന്നെയായിരുന്നു. ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് പലയിടങ്ങളിലും മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോഴാണ് കണിമംഗലം ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് നമ്മൾ പാസ് എടുക്കേണ്ടതുണ്ട്. ആ പാസ് നമ്മൾ ഇറങ്ങാൻ നേരത്ത് അപ്പുറയുള്ള ചെക്ക് പോസ്റ്റിൽ നമ്മൾ കാണിക്കേണ്ടതാണ്. കാറിന് 25 രൂപയും 2 വീലർ തന്നെ 10 രൂപയാണ്. ഇപ്പോൾ അക്ഷയ് പാസ് എടുക്കാൻ വേണ്ടി ഇവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. ഹായ്, അപ്പോൾ നമുക്ക് പാസ് കിട്ടിയിരിക്കണം. പാസിൻ്റെ അക്ഷയ് അപ്പോൾ നമുക്ക് പാസ് കിട്ടി. പാസ് എടുത്ത് നമ്മളിപ്പോൾ പ്ലാന്റേഷൻ റോഡ് പിടിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ കിട്ടൂലെന്ന് വിചാരിച്ചത് ഇത്തിരി സമയം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ആദ്യത്തെ തടസ്സം എന്ന് ചോദിച്ചാൽ പാസ് കിട്ടുക എന്നുള്ളതാണ്. കാരണം സമയം ഇത്ര ആയതുകൊണ്ട് 6 മണി വരെ ഉള്ളത്. പാസ് കിട്ടി 10 രൂപ അടച്ച്. ഇപ്പോൾ രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് കുറേ പശുക്കൾ വഴി മുടക്കുന്നു. അപ്പോൾ പോണ വഴിക്ക് കുറച്ചുകൂടി കാണാം. ആറാടാ
മാറടാ പശുക്കളെ. അവൻ്റെയൊക്കെ കൊമ്പ് കണ്ട, കൊമ്പി പുറത്ത്. അവനല്ല അവൾ. അവൾ ശരിയാണല്ലോ. ഒരു ഒറ്റ മീനോ? ഇല്ല, ഇരട്ട മീനാ. ശാന്തി സമാധാനം. ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര അളവിൽ വളരുന്നത്? കേട്ടാ ആ ലൈറ്റൊക്കെ ഓണായി യാത്രയായി എന്നുള്ളതിൻ്റെ സൂചനകൾ. മഴക്കാലം ആനേനെ കാണാൻ കിട്ടിയതന്നെ നമ്മളോടും വണ്ടി ഇട്ടിട്ടാലും നമ്മളോടും. ഞാൻ ഓടൂല കേട്ടാ, ഞാൻ ആനയുടെ മുമ്പിൽ ബെഞ്ചും പിരിച്ച് നിൽക്കും. പോലെ അത് തന്നെ ഇങ്ങിട്ടിരുന്ന കാറിൽ മുകേഷ് പറഞ്ഞ പോലെ ആനേനെ കണ്ട് ചെറിയ ചെറിയ കല്ലെടുത്തറിയാം, വലിയ കല്ലെടുത്തറിയാം, അതോ വലിയ കല്ലെടുത്തറിയാം. ഈ സമയം എന്ന് പറയുന്നത് ഒരു വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് അലോട്ട് ചെയ്ത് തരാത്തതും ഈ സമയമാകുമ്പോൾ. ഇപ്പോൾ സമയം 6:07 ആയിരിക്കുന്നു. നമുക്ക് 6:30-ക്കുള്ളിൽ ചെക്ക് പോസ്റ്റ് കടക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വഴിവെക്കിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങി. നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചേക്കുണ്ട് 10 സൈഡിന്നൊക്കെ. അത് ഇവനം പെൺമയിൽ പറന്നു പോയതുണ്ടോ? പെൺമയിൽ പറന്നു വന്നുണ്ടോ? മരത്തിലോട്ട് വരും. റെക്കോർഡായിരുന്നു, സൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. താഴോട്ട് ഇറങ്ങി നോക്കണോ? നമ്മൾ പെട്ടെന്ന് ഇവിടെ വെച്ച് ഈ മയിലിൻ്റെ കരയുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അക്ഷയ് പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഒരു മയിൽ വേഗം അകത്തേക്കും കൂടി കയറി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ഒരു പെൺമയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളോട് പെൺമയിലിനെയൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് ആൺമയിൽ ഇവിടുത്തെ ഉള്ളിൽ നിന്ന് ചാടി ഇറങ്ങിയാണ്. സാധാരണ ഈ പെൺമയിലുകളെയൊക്കെ നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആൺമയിൽ പീലി വിടർത്തുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവനോട് പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ കാണിച്ച് നിൽക്കുകയാണ്.
മറ്റ് 2 പെൺമയിലുകളും അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനവിടെ നിന്ന് പീലിയൊക്കെ വിടർത്തി അവരുടെ കുടുംബകാരിയായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ മയിലിനെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ ചുറ്റും റബ്ബറും കാട് കാര്യങ്ങളൊക്കെയാണ്. റബ്ബറും കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മാമലക്കണ്ടം ഹൈസ്കൂളിനോട് ഉപമിക്കപ്പെടാവുന്ന രീതിയിലുള്ള കാലടി പ്ലാന്റേഷൻ ഹൈസ്കൂൾ നമുക്കിവിടെ കാണാം. ഇവിടെ പിള്ളേരൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് എണ്ണപ്പനകൾ കാണാൻ കഴിയും. ഈ എണ്ണപ്പനകളുടെ ഇടയ്ക്കിലാണ് നമ്മൾ ആനകളെ കാണാറുള്ളത്. കാരണം ഈ എണ്ണപ്പന ചവിട്ടി മറിച്ച് അതിൻ്റെ ഈ ഓലയൊക്കെ തിന്നാനായിട്ട് ആനകൾ ഉൾക്കാടുകളിൽ നിന്ന് ഇവിടേക്ക് വരും. അപ്പോഴാണ് നമുക്ക് ആനകളെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം കാണാൻ സാധിക്കുന്നില്ല. അക്ഷയ ആന എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ അപ്പുറത്ത് നോക്കി എണ്ണപ്പനകളുടെ ഇടയിൽ ആനേനെ ഉണ്ടെന്ന് നോക്കി ആ സൈഡിൽ നോക്കിയിരിക്കുമ്പോഴാണ് ഈ സൈഡിൽ നമുക്ക് ആനയെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു പിടിയാനയും ഒരു കൊമ്പനെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. പിടിയാന നല്ല ഫുഡടിയിലാണ്. കൊമ്പനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊമ്പൻ നല്ല ഭംഗി കാണാൻ. നിങ്ങൾക്ക് ഇപ്പം ഇത്രമാത്രം കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. പക്ഷേ കൊമ്പനെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കൊമ്പൻ്റെ ചേഷ്ടകളൊക്കെ കണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് നേരം കൊമ്പനെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ കൊമ്പൻ നമ്മളെ ചാർജ് ചെയ്യുന്ന രീതിയിൽ അക്ഷയ് പറയുണ്ടായിരുന്നു, എടാ ആന നമ്മളെ ചാർജ് ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നതെന്നൊക്കെ പറയാം. അപ്പം ഞങ്ങളവിടുന്ന് എന്നാൽ പോകാം. അപ്പോൾ പറഞ്ഞു എന്നാൽ പോകാടാ, നിൽക്കണ്ട. കാരണം നമ്മളിങ്ങനെ അതൊക്കെ വണ്ടി മൂവാക്കുമ്പോൾ അതോടൊപ്പം ആനയും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതേ നേരം ഇവിടെ നിൽക്കണ്ട. അക്ഷയ് പറഞ്ഞു പന്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളവിടുന്ന് വേഗം വണ്ടി എടുത്ത് പോകാൻ ഉണ്ടായത്. പക്ഷെ പോയില്ലായിരുന്നു. കാരണം നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടോട്ട് കയറ്റി വെച്ചിട്ട് ഇവൻ റോഡിലേക്ക് ഇറങ്ങുമെന്നുള്ള, അതായത് റോഡിലേക്ക് ഇറങ്ങി അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് നമ്മൾ വണ്ടി ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. അവനെ കണ്ടോടുകൂടി ഇവിടുന്ന് പോയ ആൾക്കാരും കുറേ പേര് അവിടെ വണ്ടി നിർത്തി അവന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്തോ ഒരു സുഖമില്ലാത്ത നിൽപ്പാണ് അവൻ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ബാക്കിൽ നിന്നും ഇവന്മാരുടെ വരും.
വണ്ടിയുടെ ജീവൻ പണയം വെച്ചുള്ള പോകും. വണ്ടി സ്റ്റാർട്ടാക്ക് അക്ഷി. വണ്ടി സ്റ്റാർട്ടാക്കടാ. അങ്ങനെ നമ്മൾ ആനയും മയിലിനെയും ഒക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പുറ സൈഡ് നോക്കിയാൽ നമുക്ക് ചാലക്കുടി പുഴ, അതായത് അതിരപ്പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൽ ആ പാസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് എങ്കിലാണ് ഇത് ഓപ്പണാക്കി തരത്തുള്ളൂ. കാളക്കുട്ട മരട കുട്ട പശുച്ചിച്ച് ആനയൊക്കെ ഓടിച്ച് വട്ടന്ന് കയറി ആനയൊക്കെ ഓടിക്കുക. ഈ പാലം കടന്ന് നേരെ റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളിക്ക് പോകാവുന്നതാണ്. അതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോകുന്നവർ ഇതിൽ വന്നിട്ട് ഈ വഴി പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇതുപോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. ഞങ്ങളങ്ങനെ ഇവിടെ ആലുവ പോകുന്ന വഴിക്ക് അങ്കമാലിയിൽ നിന്നുള്ള ആര്യാസ് പ്യൂർ വെജ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പ്. അപ്പോൾ ഞാനും ഭക്ഷിക്കും. അപ്പോൾ മസാല ദോശയൊക്കെ വന്നെത്തിക്കഴിഞ്ഞു. അപ്പോൾ പക്ഷേ ഇത് കഴിക്കാനൊക്കെ സന്ദർഭമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.